ഹേ ഗൈസ്, ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ ഈ കുഞ്ഞ് സ്കെയിൽ മോഡലിൽ ഒരു വലിയ സ്കെയിൽ മോഡൽ ഞങ്ങൾക്ക് കാണിച്ചിരുന്നു. ആ മോഡലാണിത്. 1:18 സ്കെയിലിൽ വരുന്ന KDW എന്ന് പറയുന്ന മോഡലിൻ്റെ ഹംവിയാണിത്. ഇത് ഞാൻ പർച്ചേസ് ചെയ്യുന്നത് ആമസോണിൽ നിന്നാണ് കേട്ടോ. ഞാൻ റാൻഡമായിട്ട് ഇങ്ങനെ സെർച്ച് ചെയ്യുന്ന സമയത്താണ് ഈ ഹംവി എൻ്റെ കണ്ടിപ്പെടുന്നത്. എനിക്ക് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ അപ്പം തന്നെ ഓർഡർ ചെയ്ത് വരുത്തിയതാണിത്. അത്യാവശ്യം നല്ല ഡീറ്റെയിലിംഗ് ഉള്ള എന്താ പറയുക, ഒരു പ്രീമിയം ഫീൽ തരുന്ന ഒരു മോഡലാണിത്. നമുക്കിതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽ നോക്കാം. സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്കിതിൻ്റെ ഡീറ്റെയിൽ നോക്കാം. ഇതിൽ നമ്മൾ ഫസ്റ്റ് തന്നെ നോട്ടീസ് ചെയ്യുന്ന ഈ ഗ്രീൻ കളറിൽ വരുന്ന മാറ്റ് പെയിൻറ്റ് കേട്ടോ. ഇത് എന്തുകൊണ്ടാണ് ഈ മാറ്റ് പെയിൻറ്റ് കൊടുത്തത് നിങ്ങൾക്കറിയോ? ഒരു യുദ്ധത്തിന് പോകുമ്പോഴോ അല്ലെങ്കിൽ ഒരു വനത്തിലൂടെ പോകുമ്പോഴോ എക്സ്പോസ്ഡ് ആവാതിരിക്കാനോ അതുപോലെ അട്രാക്റ്റ് ചെയ്യാതിരിക്കാനും വേണ്ടിയിട്ടാണ് അവർ ഈ ഗ്രീൻ കളർ പെയിൻറ്റ് എല്ലാ മിലിറ്ററി വെഹിക്കിളിലും കൊടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ റിയൽ ഹംവി എന്ന് പറയുന്ന മോഡൽ മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത് AM ജനറൽ എന്ന് പറയുന്ന USA ഒരു മാനുഫാക്ചേഴ്സാണ്. അവരിത് മെയിൻലി ഡെവലപ്പ് ചെയ്തതിൻ്റെ പർപ്പസ് തന്നെ ഇതെല്ലാ ടെറൈനിലും ഏത് ഡിഫിക്കൽട്ട് സിറ്റുവേഷനിലൂടെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മോഡൽ വേണമെന്ന് വിചാരിച്ചിട്ടാണ് അവർ ഹംവി എന്ന് പറയുന്ന മോഡൽ ഉണ്ടാക്കിയത്. ഫ്രണ്ട് പ്രൊഫൈൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നോട്ടീസ് ചെയ്യുക ബ്ലാക്ക് കളറിൽ വരുന്ന ഒരു പുൾ ബാറാണ്. അത് നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ് ഇങ്ങനെ ചെയ്യാൻ പറ്റും. പിന്നെ ഹെഡ്ലൈറ്റും ഇൻഡിക്കേറ്റേഴ്സും ഒരു വലിയൊരു ഹുഡും പിന്നെ വിൻഷീൽഡിൽ തന്നെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന വൈപ്പേഴ്സും രണ്ട് സൈഡിലായിട്ട് മിറേഴ്സും നമുക്ക് ഫ്രണ്ട് പ്രൊഫൈലിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാൻ പറ്റും. സൈഡ് പ്രൊഫൈലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് കംപ്ലീറ്റ്ലി ബ്ലാക്ക് കളേഴ്സിൽ വരുന്ന ടയേഴ്സ് കാണാൻ പറ്റും. അതുപോലെ തന്നെ റിമ്മിൽ വരുന്ന നട്ടും എല്ലാം തന്നെ കംപ്ലീറ്റ്ലി ബ്ലാക്കാണ്. പിന്നെ ഇതിൻ്റെ ടയേഴ്സ് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. കണ്ടോ, റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഈ സ്റ്റിയറിങ്ങും റൊട്ടേറ്റ് ചെയ്യും. പിന്നെ ഇതിലൊരു സ്പ്രിംഗ് സസ്പെൻഷൻ വരുന്നുണ്ട്. ഉണ്ട്, ആ സ്പ്രിംഗ് സസ്പെൻഷൻ വരുന്നതുകൊണ്ട് ഒരു റിയലിസ്റ്റിക് ഫീൽ തരുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ സൈഡിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ KDW എന്നുള്ള ബ്രാൻഡ് നെയിം കാണാൻ പറ്റും. പിന്നെ 2 ഡോസ് കാണാൻ പറ്റും. ഈ ഡോസിലൊന്നും തന്നെ മിറർ കൊടുത്തിട്ടില്ലെങ്കിൽ ഒന്നും ഉള്ളിലിരിക്കുമ്പോഴുള്ള വിസിബിലിറ്റി കുറയാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും വിൻഡോസ് ഒന്നും കൊടുക്കാത്തത്. പിന്നെ ഒരു വലിയൊരു എക്സോസ്റ്റ് പൈപ്പ് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഈ എക്സോസ്റ്റ് പൈപ്പ് എനിക്ക് ഈ സൈഡിൽ കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ അടിയൊന്നും തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. കാരണം ഇത് ഏത് ടെറൈനിലും പോകാൻ പറ്റുന്ന ഒരു വണ്ടി ആയിരിക്കണം എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ടായിരിക്കും ഈ എക്സോസ്റ്റ് പൈപ്പ് ഈ സൈഡിൽ ഇങ്ങനെ വലുതാക്കി കൊടുത്തേക്കുന്നത്. നമുക്ക് റെയർ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ടെയിൽ ലൈറ്റ്സും പിന്നെ റിയർ ബമ്പറും കാണാൻ പറ്റും. പിന്നെ ഈ ട്രങ്ക് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും കേട്ടോ. ഈ ട്രങ്ക് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇതൊരു ഹൈഡ്രോളിക് സിസ്റ്റത്തിൽ അത് വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ ഓപ്പണിങ് ക്ലോസിങ് കണ്ടോ, ഒരു ഹൈഡ്രോളിക് സിസ്റ്റമാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ട്രങ്കിൻ്റെ ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഇൻറ്റീരിയർ കംപ്ലീറ്റ്ലി കാണാൻ പറ്റും. 4 ചെയേഴ്സ് കാണാൻ പറ്റും. പിന്നെ ഡാഷ്ബോർഡ്, സ്റ്റിയറിങ്, അതിൻ്റെ മുകളിൽ വരുന്ന ഇൻസ്ട്രുമെൻറ്റ് പാനൽ, അത്രയും ഡീറ്റെയിൽസ്, ഗിയർ ബോക്സ്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമുക്ക് ട്രങ്ക് ഓപ്പൺ ചെയ്താൽ തന്നെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബ്ലാക്ക് കളറിൽ വരുന്ന ഒരു ആൻറ്റിന വരുന്നുണ്ട്. അത് നമുക്കിവിടെ പ്ലേസ് ചെയ്യാനും പറ്റും. ഈ സൈഡ് പ്രൊഫൈലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ഫ്യൂവൽ ഗേജ് കാണാൻ പറ്റും. പിന്നെ ഇതേപോലെ 2 ഡോസ് കാണാൻ പറ്റും. ഈ ഡോസ് നമുക്ക് ഒരു 40 ഡിഗ്രി ആംഗിളിൽ കംപ്ലീറ്റ്ലി നമുക്കിതൊരു ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉള്ളിലേക്കുള്ള വിസിബിലിറ്റി ഡോറിൻ്റെ സൈഡിൽ നോക്കുമ്പോൾ കുറവാണ്. പിന്നെ മൊത്തം ബോഡിയിൽ നോക്കുകയാണെങ്കിൽ ആ AM ജനറലിൻ്റെ ഒരു ലോഗോ, സ്റ്റാർ എന്നുള്ള രീതിയിൽ ലോഗോ നമുക്ക് ബോഡിയിൽ എല്ലായിടത്തും കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ റൂഫ് ടോപ്പ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ഹാച്ച് കാണാൻ പറ്റും. ഇതിൻ്റെ കൂടെ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു മെഷീൻ ഗണ്ണ് നമുക്കിവിടെ അറ്റാച്ച് ചെയ്യാൻ പറ്റും. സോ ഈ ഹാച്ച് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ മെഷീൻ ഗണ്ണ് പ്രോപ്പറായിട്ട്, മെഷീൻ ഗണ്ണ് ഉപയോഗിക്കുന്ന പട്ടാൾക്കാരനോ അല്ലെങ്കിൽ ഗണ്ണറിനോ ഇത് പ്രോപ്പറായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഹാച്ചിങ്ങിനെ കൊടുത്തേക്കുന്നത്. അതും കൊള്ളാം. പിന്നെ ഈ ഹാച്ചിൽ നിന്ന് കംപ്ലീറ്റ്ലി നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. 360 റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. കണ്ടോ, ബോട്ടം സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് എക്സോസ്റ്റ് പൈപ്പും പ്രൊപ്പലർ ഷാഫ്റ്റും ഡിഫറൻഷ്യലും നമുക്കിവിടെ നോക്കിയാൽ കാണാൻ പറ്റും. പിന്നെ നിങ്ങൾ ഇതിൻ്റെ ഹുഡ് ശ്രദ്ധിച്ചോ? ഇത് ഓപ്പൺ ചെയ്യുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അതെന്തിനാ അങ്ങനെ കൊടുത്തു വെച്ചാൽ ഡ്രൈവറിന് ഈസി ആയിട്ട് എൻജിൻ ബേയിലേക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫ്ലൂയിഡ് ചെക്ക് ചെയ്യാനോ അല്ലെങ്കിൽ മൈനർ റിപ്പയറൊക്കെ നടത്തണമെങ്കിൽ ഒരു കോമ്പാക്ട് നടക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ സിറ്റുവേഷൻ വന്നെങ്കിൽ അവർക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ഹുഡ് ഇങ്ങനെ കൊടുത്തേക്കുന്നത്. സോ അത്രയൊക്കെ ഉള്ളൂ ഈ ഹംവിനെ കുറിച്ച് പറയാനായിട്ട്. അത്യാവശ്യം നല്ല ഡീറ്റെയിലിംഗ് ഉള്ള ഒരു സ്കെയിൽ മോഡലായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് വാങ്ങണം എന്ന് താല്പര്യമുള്ളവർ ആമസോണിൽ ഈ ഹംവി ഇപ്പോഴും അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങളൊന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക.
അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോയിൽ ഒരു പുതിയ സ്കെയിൽ മോഡലായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺ.